നമ്മളിപ്പോ കലാവേദിയിലാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് കലാതിലകം, കലാപ്രതിഭ എന്നീ പട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2005 കലാപ്രതിഭ, കലാതിലകം പട്ടം അവസാനിച്ചത്. അതിനുശേഷം കലാതിലക പട്ടം എന്നീ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളോട് ഇന്ന് ഈ കലോത്സവ വേദി 2023 ആയി നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഒരു കലാപ്രതിഭയാണ്. അജിത് വിഷ്ണു ആണ് നമ്മളെ കൂടെ ഉള്ളത്. സാർ, ഇപ്പോ കലോത്സവം 2023 ആണ്. അപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട്? ഒരുപാട് സന്തോഷം തോന്നുന്നു. 2005 നമ്മള് ജില്ലയിലെ അവസാന കലാപ്രതിഭയായിരുന്നു. ഒരുപാട് ചാരിതാർത്ഥ്യമുള്ള ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം സംഭവിച്ച കാര്യം 1, 2, 3 സ്ഥാനങ്ങൾ സംസ്ഥാനത്ത് എടുത്തു കളയുകയും അത് ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പം ഒരു വാശി നിർബന്ധമായിരുന്നു. വൈരാഗ്യ ബുദ്ധി ഇല്ലാത്ത വാശി വളരെ നിർബന്ധമായിരുന്നു. ആ വാശി പോയോ എന്നൊരു സംശയമുണ്ട്. അത് ഒരു മേള കൊഴുപ്പിന് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് പോയെന്നൊരു സംശയമുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ മേള വളരെ സമാധാനപൂർണ്ണമാണ്, സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പം കലാമേള നടക്കുന്നുണ്ടെങ്കിൽ പോലും നിരവധി കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കൂടുതൽ ഒരു കല നടക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങള് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും ആ സമയത്തായിരുന്നു അന്ന് തർക്കങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നവ്യ നായർ, കാവ്യ മാധവ് തുടങ്ങിയ ഒരുപാട് വലിയ വലിയ താരങ്ങളൊക്കെ ഈ ടിവിക്ക് മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങളിലും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു വളരെ രസമായിട്ട് കഴിവ് മാറ്റിയിരിക്കുന്ന ഒരു വേദിയാണിത്. ആ സെൻസിൽ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ ഒരു വാശി എന്നുള്ള ഒരു സംഗതി അത് ജില്ല വരെയുണ്ട്. സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ആ സംഗതി കുറച്ച് കുറയും. കാരണം പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകാം എന്നുള്ളൊരു ഒരു സന്തോഷം അതിനകത്തുണ്ട്, ഫാക്ടർ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പം 2005 ശേഷം പിന്നെ നടന്ന കലാവേദികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, കാണാനൊക്കെ പോവാറുണ്ടോ? 2005 10ാം ക്ലാസ് ആയിരുന്നു. അതിനുശേഷം +1, +2 വളരെ സജീവമായിട്ട് കലാമേഖല ഉണ്ടായിരുന്നു. പിന്നെ മേഖല ഒന്ന് മാറി മെഡിക്കൽ രംഗത്ത് എത്തി, ഡോക്ടറായിരുന്നു. ഇപ്പം ഉള്ളേരി ഡോക്ടർ അജയ്സ് കെ എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പം ഇപ്പം ഡോക്ടർ പ്രൊഫഷൻ ആയിട്ട് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ ഒരു ചുറുചുറുക്കും ആ പാഷനും ഒന്ന് പൊടി തട്ടി എടുക്കാൻ തോന്നിയിട്ടുണ്ടോ? അത് തോന്നുകൊണ്ടാണല്ലോ, അറിയാതെ മനസ്സ് ഇങ്ങനെ പറയുന്നോണ്ടാണല്ലോ ഇവിടേക്ക് എത്തിപ്പെടുന്നത്. തീർച്ചയായും കലയെ തിരിച്ചു പിടിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഏത് ഐറ്റത്തിലായിരുന്നു കൂടുതൽ മുൻപത്തിൽ നിന്നോണ്ടിരുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു കലാരൂപം ഉണ്ട്, എന്നാലും നമ്മളുടെ ഫേവറേറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏതിലായിരുന്നു കൂടുതൽ? അന്ന് കലാപ്രതിഭ ലഭിക്കണമെങ്കിൽ നൃത്തേതര ഐറ്റങ്ങളിൽ 1ാം സ്ഥാനവും മേഖലയോടും ലഭിക്കണം. എനിക്ക് നൃത്ത ഐറ്റത്തിൽ ഓട്ടംതുള്ളലും ചാക്യാർകൂത്തുമായിരുന്നു. നൃത്തേതരത്തില് കവിത, ശാസ്ത്രീയ സംഗീതം, കഥാപ്രസംഗം, ഇതിനൊക്കെ ജില്ലയ്ക്ക് 2005 ഫസ്റ്റ് ആയിരുന്നു. സംസ്ഥാനത്ത് ശാസ്ത്രീയ സംഗീതത്തിന് 1ാം സ്ഥാനവും കവിതയ്ക്ക് 2ാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു. പിന്നെ ഉപരിപഠനത്തിന് വിനായക മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് പോവുക ചെയ്തു. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ സ്കൂളില് 2000 ഇപ്പം SSLC 86 ബാച്ചിന്റെ ഒരു ബൗണ്ട് നടക്കുന്നുണ്ട്. 92 ബാച്ച് ഇപ്പം APJ അബ്ദുൽ കലാമിന്റെ സ്തൂപവും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പം നിങ്ങളുടെ ബാച്ച് എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തത്? എങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പോ കാര്യങ്ങളോ ഉണ്ടോ? അപ്പൊ അവരൊക്കെ ഇവിടെ വന്നപ്പോ മീറ്റ് ചെയ്തോ? വളരെ സജീവമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ കുറച്ച് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 2005 ബാച്ചാണ്. ഞങ്ങൾ ഇനി അടുത്ത ഒരു പ്രൊജക്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പം ഇനി വരുന്ന കലോത്സവ വേദിയിലും സജീവമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, കൊല്ലത്തും പ്രതീക്ഷിക്കാം സാറിനെ. തീർച്ചയായും. അപ്പം ഡോക്ടർ എന്നുള്ള പ്രൊഫഷനുള്ള കലാകാരനെ എല്ലാവരും ഇന്ന് തിരിച്ചറിയട്ടെ ആശംസിക്കുന്നു. ഇനി മുൻപന്തിയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ട്രൂവിഷൻ ന്യൂസ് ജില്ലാ സ്കൂൾ കലോത്സവം അറ്റ് പേരാമ്പ്ര നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൈമൺസ് ഐ ഹോസ്പിറ്റൽ, എയ്ഗൺ ലേണിംഗ്, പവർഡ് ബൈ കൈരളി VTC, ലുലു സാരീസ്, ദയാവിഷൻ. എന്തൊരു ചൂടല്ലേ? അതെ മജീദ്, ഈ ചൂട് സമയത്ത് നിങ്ങൾ കരിക്കുടിച്ചാൽ സുഖ. ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ. 4 ആയിക്കോട്ടെ, 2 എടുത്തോളി. നാളെ ക്ലാസ് ഉണ്ടോ? അതെ, നാളെ ലൈവ് ഉണ്ട്. ഏതാ? നാളെ മാഗ്നറ്റിക്സ് ആണ്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അല്ലടാ, നീ ഇന്ന് ട്യൂഷന് പോയില്ലേ? അപ്പൊ പോണ്ട പറഞ്ഞു. അതെന്ത് പറ്റി? അത് ഫീസ് അടച്ചിട്ടില്ല. ഇപ്പൊ കച്ചവടമൊക്കെ വളരെ കമ്മിയാണ്. മുമ്പത്തെ പോലെ ഓടിട്ടുണ്ട് എത്തുന്നില്ല. ഓനാവുമ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. അത് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കും ആവാലോ.
അത് ശരിയാ, അവൻ വീട്ടിലിരുന്ന് പഠിക്കട്ടെ. പക്ഷെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിലോ, അതും ഫ്രീ ആയിട്ട്. അത് ഇക്ക 8 മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് ക്ലാസ് കൊടുക്കാൻ എയ്ഗൺ എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാറ്റ്ഫോം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതും കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സ് ആയിരിക്കും ഇവർക്ക് വേണ്ടി അവിടെ ക്ലാസ് എടുക്കുക. എടാ, നീ നിന്റെ ഫോൺ എടുത്തിട്ട് എയ്ഗന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് അതിലെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാം. എന്നാ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് വരാം. Aiken Learning, powered by Race and Science Center.